ഇന്ന് നമുക്ക് ബ്രെഡും മാമ്പഴം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ രസ്മലായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് നന്നായി പഴുത്തിട്ടുള്ള 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ മാമ്പഴത്തിൻ്റെ പൾപ്പൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് തന്നെ തോല് കളയാണ്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പൾപ്പൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 മാമ്പഴത്തിൻ്റെയും ഇതുപോലെ തന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ആറ്റിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് പാലുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ അലിഞ്ഞ് കിട്ടും. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അതും ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ പാലിനൊരു തിക്നെസ്സും ടേസ്റ്റും ഒക്കെ തന്നെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ പാലും ആ ഒരു പാൽപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടിക്കോളും. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ പൾപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വല്ലാണ്ട് തിക്കാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ബാക്കിയുള്ള സ്ലൈസ് നമുക്ക് ബ്രെഡ് ക്രംസിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആ ഒരു പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 മുറി മാമ്പഴമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് ഓരോന്നായി എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് തേച്ച് മറ്റൊരു ബ്രെഡും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് രസമലായി സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാംഗോ ജ്യൂസ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടും ആ ഒരു മാംഗോൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാംഗോൻ്റെ ജ്യൂസ് നല്ല തിക്കായി കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡ് പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി നോക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും കട്ട് ചെയ്ത മാമ്പഴം കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ രസ്മലായി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ എന്തായാലും മാംഗോ സീസണിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.